മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു. മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ മനമേ. മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ മനമേ. മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കുന്നതിനെ നിനച്ചാൽ നിനക്കുശസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ. നിനച്ചാൽ നിനക്കുശസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാത്രികാലം അല്പസമയം കിടന്നുറങ്ങി സന്തോഷത്തോട് ഉണർന്നു സുബോധത്തിൽ ദൈവപാദപിടുത്തിലായിരിക്കാൻ തന്ന സൗഖ്യവും സമാധാനം ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, എല്ലാം അവിടുത്തെ ദാനമാപ്പാ, അവിടുത്തെ ദാനമാ. നന്ദി 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 കർത്താവേ, നന്ദി. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യം സമാധാനം നൽകി കാത്തുകൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ഇത് കർത്താവെ, കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷാ കാലഘട്ടമാണ് കർത്താവെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളും നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ അവർക്ക് പാസ്സാകാൻ ഇടയാക്കുമാറാകണം. ദൈവപാദപിടുത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ട് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓർമ്മശക്തിയും ബുദ്ധിയും അവർക്ക് കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. ദൈവനാമം മഹത്വപ്പെടുത്തണം. അതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവ്, ചെറുതും വലുതുമായ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്കൊക്കെ ആയിരിക്കുന്നവരുണ്ട്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പ്രത്യേകിച്ച് OET IELTS പഠിക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവരെല്ലാം ഉണ്ട്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. അതിനായി പ്രയത്നിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു തമ്പുരാനെ. അവരുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് സഹായിച്ചു കൊള്ളണമേ. ആരും ഒരു കഷ്ടമോ സങ്കടമോ ഭാരമോ അനുഭവിപ്പാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കായി സകലതും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും സമർപ്പിക്കുന്ന തമ്പുരാനെ. അത്ഭുതം ചെയ്യണമേ, വഴികളെ തുറക്കണമേ. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും തമ്പുരാൻ്റെ പൊന്നുകരം നീട്ടി സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങൾ കുടുംബജീവിതങ്ങളുണ്ട് കർത്താവ്. ഞങ്ങൾ അവരെ തിരുസന്നിധിയിലൊന്ന് സമർപ്പിക്കുന്നു. കർത്താവെ, സന്തോഷത്തോടെ ജീവിപ്പാനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബജീവിതം ഛിന്നഭിന്നമായി പാൻ അനുവദിക്കല്ലേ കർത്താവെ. ആവശ്യമാർന്ന ദൈവകൃപ അവരുടെ ജീവിതത്തിൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ആരോഗ്യത്തിലും കൃപയിലുമായിരിക്കാൻ സഹായിക്കണേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ കർത്താവെ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു കർത്താവ്. തക്ക തുണി ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. കഴിഞ്ഞ നാളുകളിൽ ഇത് മാനിച്ച ദൈവം, സ്നേഹിച്ച ദൈവം, കരുതിയ ദൈവം ഇന്നും സർവ്വശക്തനാ. സ്തോത്രം. വീണ്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരോട് മനസ്സലിയുമാറാകണമേ കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കണമേ.
ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിക്കണമേ. വസന്തിയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകണമേ. ഊനമല്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു, ഭവനമില്ലാത്തവരെ സമർപ്പിക്കുന്നു, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ കരം ഒന്ന് നീട്ടുമാറാകണം. ആ അനുഗ്രഹിക്കപ്പെട്ട കരം, ആ പൊന്നുകലവറ തൻ്റെ മക്കളുടെ മുൻപിൽ തുറക്കണമേ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കിക്കാട്ട്. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേപ്പ. ആരും വഴിയിൽ വലിയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കില്ലെന്നും അടിയൻ പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലേലിയ കർത്താവെ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ സമാധാനം ഓരോ കുടുംബത്തിലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുന്നു. ദുഷ്ടപിശാച് കാണാതെ കൊണ്ടും കർത്താവ് മറയ്ക്കണമേ. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. ആ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി കാണപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്ന ദൈവമേ, രോഗികളെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ. ആമീൻ. ഇന്നും ആ കരം കുറുതല്ല, ഇന്നും ആ ചെവി മന്ദമായി പോയിട്ടില്ല. സ്വർഗം ആ കരം നീട്ടി ആ ചെവി തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും അറിയാവുന്ന കർത്താവേ, എല്ലാ രോഗവും അറിയാവുന്ന കർത്താവേ, എല്ലാവർക്കും നല്ല വൈദ്യനായ കർത്താവേ, ആ സൗഖ്യത്തിൻ്റെ കരം നീട്ടി പിടിപ്പിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ജീവനുള്ള പ്രദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യമൊരുക്കേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കഷ്ടമനുഭവിപ്പാൻ, സങ്കടപ്പെടുവാൻ, വേദനിക്കുവാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. ആ സ്നേഹത്തിൻ്റെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പല ആഗ്രഹങ്ങളും പല ആവശ്യങ്ങളും നിറവേറേണ്ടവർ മക്കളുണ്ട് കർത്താവെ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി തരണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൂരത്തും ചാരത്തും ജോലിയിലും പഠനത്തിലുമായി കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ സകല പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപോലെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ശത്രു ആരെയും കാണല്ലേ, ദുഷ്ടപിശാചാരെയും തുടരുതേ, അന്ധകാരത്തിൻ്റെ ഇതൊന്നും കടന്നു വരരുതേ കർത്താവേ. സഹിക്കവയ്യാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരല്ലേ അപ്പാ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഓരോ മക്കളെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.